സോ നമ്മൾ വേവ് ലെങ്ത് കാണാൻ എളുപ്പ വഴി ഇതാണ്. ബിഗിൻ ചെയ്യുന്ന 0-ലാണോ നോക്കുക, എൻഡ് ചെയ്യുന്ന എത്രയിലാണെന്നോ അത്രയായിരിക്കും അവിടുത്തെ വേവ് ലെങ്ത്. ഇനി 0-ലല്ല ബിഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. വ്യത്യാസം എത്രയും നോക്കിയാൽ ഇപ്പൊ 1-ലാണ് തുടങ്ങിയെങ്കിൽ 4-ൽ എൻഡ് ചെയ്യുന്നെങ്കിൽ 4 - 1 സമം എത്ര? 3. അപ്പൊ അതാണ് അവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഒരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിളിന്റെ വേവ്സ് ആണ് പറയുന്നത്. അതിന് 100 വൈബ്രേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് 5 സെക്കൻഡിൽ. 100 വൈബ്രേഷൻസ് 5 സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും ഇവിടെ? 100 വൈബ്രേഷൻസ് 5 സെക്കൻഡിലാണെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം. 100/5. ആൻസർ എത്രയാണ്? 20. ഓക്കെ, 20 വൈബ്രേഷൻസ് ആണ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം 20 ഹെഡ്സ് എന്ന് പറയാം. ഓക്കെ, 20 ഹെഡ്സ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും ഇതിന്റെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, അതാണോ നമുക്ക് നോക്കാം. ഇതിന്റെ വേവ് ലെങ്ത് എത്രയായിരിക്കും? വേവ് ലെങ്ത് എത്രയായിരിക്കും? തുടങ്ങിയ 0-ലാണ്, എൻഡ് ചെയ്യുന്ന എത്രയല്ല? 4-ലാണ്. ഒരു വേവ് എൻഡ് ചെയ്യുന്ന 4-ലാണ്, ഒരു തരംഗം 4-ലാണ് നിർത്തുന്നത്. അപ്പൊ തരംഗ ദൈർഘ്യം എത്ര? 4. ഇവിടെയാണെങ്കിലോ തരംഗ ദൈർഘ്യം എത്രയാണെന്ന് നോക്കിയേ. 0-ൽ തുടങ്ങി ഒരു വേവ് എൻഡ് ചെയ്യുന്ന എത്രയല്ല? 2. കണ്ടോ? സോ ഇവിടുത്തെ തരംഗ ദൈർഘ്യം എത്രയാ? 2. സിമ്പിളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വേവ് ലെങ്ത് കൂടിയതാക്കാം. ഇതിനാണോ ഇതിനാണോ? കണ്ടോ, ഈ വേവിനാണ് വേവ് ലെങ്ത് കൂടുതൽ. ഫ്രീക്വൻസി കൂടുതലാക്കണം. ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് പോകുന്നതാണ്. ഇതിപ്പോ ഞാൻ പറയുന്നത് ഇത് രണ്ടും 1 സെക്കൻഡിലാണ് പോയതെന്ന് വിചാരിക്കുക. ഈ 2 വേവ്സ് 1 സെക്കൻഡിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കൂടിയതാക്കായിരിക്കും. ഫ്രീക്വൻസി എത്രയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡാണ് ഫ്രീക്വൻസി. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 സെക്കൻഡിലാണ് ഇത് പോയെന്ന്. അപ്പൊ നമ്മൾ എത്ര വേവ്സ് പോയെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഫ്രീക്വൻസിയാണ് അതിന്റെ. 1, 2, 3. കണ്ടോ, 3 വേവ്സ് ആണ് 1 സെക്കൻഡിൽ പോയത്. അതിന്റെ അർത്ഥം അതിന്റെ ഫ്രീക്വൻസി എത്ര ഹെഡ്സ് ആണ്? 3 ഹെഡ്സ് ആണ്. ഇവിടെ ആകുമ്പോഴോ 1 സെക്കൻഡിലാണ് ഇത്രയും വേവ്സ് പോയത്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. കണ്ടോ, 6 വേവ്സ് പോയി 1 സെക്കൻഡിൽ. സോ അതിന്റെ ഫ്രീക്വൻസി എത്ര? 6 ഹെഡ്സ്. സോ 1 സെക്കൻഡിൽ എത്ര വേവ്സ് പാസ് ചെയ്ത് പോകുന്നതിന്റെ എണ്ണമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് 3 ഹെഡ്സ്, ഇത് 6 ഹെഡ്സ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, തരംഗ ദൈർഘ്യം കൂടുതലാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കുറവായിരിക്കും, ആവൃത്തി കുറവായിരിക്കും. ഇവിടെ ആണെങ്കിലോ തരംഗ ദൈർഘ്യം കുറവാണ്, പക്ഷേ ഫ്രീക്വൻസി കൂടുതലാണ്. തരംഗ ദൈർഘ്യം കുറവാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു വേവുകളായിരിക്കും. അപ്പൊ പെട്ടെന്ന് പാസ് ചെയ്ത് പോകും. ഫ്രീക്വൻസി കൂടിയ വേവ്സ് തന്നെയാണ് എനർജിയും കൂടുതലും പെട്ടെന്ന് പോകും. അപ്പൊ അതാണ് 6 ഹെഡ്സ് ഫ്രീക്വൻസി വരാൻ കാരണം, ഫ്രീക്വൻസി കൂടാൻ കാരണം അതാണ്. വേവ് ലെങ്ത് കുറവാണ്, തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ ആവൃത്തി കൂടും. അപ്പൊ ആ ഒരു റിലേഷൻ ഇവിടെ പഠിച്ചു വെച്ചെങ്കിൽ നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി അവര് ഒരു ചോദ്യം ചോദിച്ചേക്കാം. നോക്കൂ, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ് ഇഫ് ദേ ഹാവ് ട്രാവൽഡ് ദിസ് ഡിസ്റ്റൻസ് 12 മീറ്റർ ഇൻ 0.25 സെക്കൻഡ്. 0.25 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് 12 മീറ്റർ ട്രാവൽ ചെയ്തതെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? ഫിഗർ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഫിഗർ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ ഓഫ് വേവ്സ് കണ്ടുപിടിച്ചല്ലോ. എത്രയാണോ നമ്പർ ഓഫ് വേവ്സ്? രണ്ടാമത്തെ തന്നെ പറഞ്ഞു നമ്പർ ഓഫ് വേവ്സ് എത്രയാ? ഇപ്പൊ ഞാൻ 1 സെക്കൻഡിൽ പറഞ്ഞതാണ് 6 ഹെഡ്സ് എന്നങ്ങ് എഴുതാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ എത്രയാണിത്? 6 ആണ്. ടൈം കണ്ടുപിടിക്കണം. ടൈം എത്ര? 0.25. അതാണ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 സെക്കൻഡിൽ എത്രയാണ്? 0.25 ആണ് വിചാരിക്കും. ഈ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കുന്നത്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്തുവാ? F is equal to 1/t ഉണ്ട്. പിന്നെ ഒരു ഇക്വേഷൻ ഉള്ള ഏതാണ്? N/t equal to ആണ്.
n/t. അപ്പോൾ n എത്ര? 6 ഭാഗം 0.25. 0.25 എന്ന് പറഞ്ഞാൽ കാൽ ഭാഗത്തിനാണ്, ക്വാർട്ടറാണ്. അപ്പം ഒന്നിനെക്കാളും ചെറുതാണ്. അപ്പോൾ 1 സെക്കൻഡ് ആവുന്നതിന് മുമ്പേ തന്നെ 6 എണ്ണം വന്നു. സോ 1 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ 6-നെക്കാളും കൂടും. അപ്പോൾ ആൻസർ വലുത സംഖ്യ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് മാത്തമെറ്റിക്കലി ചെയ്യുന്നത് എങ്ങനെയാണ്? 0 കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം മുകളിലും താഴെയും. സോ 600 ഭാഗം 0.25 100 കൊണ്ട് ഗുണിച്ചാൽ അത് പോയിന്റ് മാറി ആൻസർ 25 ആവും. ഓക്കെ, സോ ആൻസർ എത്ര വരും? 25 2 50 ആണ്. ബാക്കി 10 100 പോയിട്ട് 25 4 24 ആൻസർ വരുന്നത്. മാത്തമെറ്റിക്കലി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 24 ഹെഡ്സ് ആൻസർ വരും. 600 ഭാഗം 25 24 ഹെഡ്സ്. ഇതല്ലാതെ ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. നോക്കൂ, 0.25 എന്ന് പറഞ്ഞാൽ കാൽ ഭാഗമാണ്, 4/1 ഭാഗം. 1 സെക്കൻഡിന് 4/1 ആവേ ഉള്ളൂ. 4/1 സെക്കൻഡ് ആണ് 0.25 സെക്കൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 4/1 സെക്കൻഡ് കൊണ്ട് എത്ര വേവ്സ് പോയി? 6 വേവ്സ് പോയി. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര പോകും? 1 സെക്കൻഡിൽ എത്ര പോകും? 4/1 സെക്കൻഡ് കൊണ്ട് 6 വേവ്സ് പോയെങ്കിൽ ഇത് ഇതേപോലുള്ള ഒരു 4/1 ചേരുമ്പം അരയാവും. അപ്പോൾ ഈ 4/1 4 ചേരുമ്പോഴാണ് 1 സെക്കൻഡ് ആവുന്നത്. അപ്പോൾ ഓരോ 4/1 സെക്കൻഡിലും 6 വേവ്സ് വെച്ച് പോവുകയാണ്. അപ്പോൾ 6+6+6+6+ അങ്ങനെ പോകും. 4 എണ്ണം ആകുമ്പോൾ എത്രയാവും? 6 4 24 വേവ്സ് പോകും 1 സെക്കൻഡിൽ. അങ്ങനെയാണ് 24 ഹെഡ്സ് എന്ന് കിട്ടും. അപ്പോൾ അത് പ്രോബ്ലം അല്ലാതെ ചെയ്യുന്ന രീതിയാണത്. നിങ്ങൾ തൽക്കാലം പ്രോബ്ലം ആയിട്ട് ചെയ്താൽ മതി. 0.8 ഹരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത് മാറ്റി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ ചെയ്യാറിയാവുന്ന ചെയ്യും. ആൻസർ എന്തായാലും സെയിം വരും. നമ്മുടെ ഇക്വേഷൻ F = n/t. സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ ഒരു F വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ ഏതാണ്? V = F λ എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? അത് ചോദിച്ചിരിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇവിടെ ഞാൻ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആയത് കാണാൻ നമ്മൾ അതിന്റെ ഹൈറ്റ് വേണം നോക്കാം. ഹൈറ്റ് എത്രയിലാണ് നിൽക്കുന്നത്? 2-ലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന്റെ ആയത് എത്ര സെന്റിമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആയത് ഇത്രയാണ്, 2 സെന്റിമീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ് ആയത്. അടുത്ത വേവ് ലെങ്ത് നിങ്ങൾ പറ. ഇതിന്റെ വേവ് ലെങ്ത് എത്രയാ? 12 ആണോ അതോ 4 ആണോ? വേവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്രസ്റ്റും ട്രഫും കൂടെ ചേരുന്ന ഭാഗം 0-ലാണ് തുടങ്ങുന്നതെങ്കിൽ ആ എൻഡ് ചെയ്യുന്ന ആ ഡിജിറ്റ് തന്നെയായിരിക്കും. ആൻസർ എത്ര? 8. ഓക്കെ, 8 ആണ് ഇതിന്റെ വേവ് ലെങ്ത്. അടുത്ത വേവ് നോക്കിയാലും മതി. 8 തുടങ്ങി 16 തീർന്നു. കണ്ടോ, ഡിഫറൻസ് എടുത്താൽ 8 തന്നെ. ആൻസർ 8 മീറ്റർ ആണ്. അടുത്തത് കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ടുക്ക് 0.2 സെക്കൻഡ് ടു റീച്ച് എ. 0.2 സെക്കൻഡ് എടുക്കുകയാണ് എ എത്താൻ. എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാ ഇവിടെയാണ്. കണ്ടോ, അങ്ങനെയാണ് എൻ്റെ ഫ്രീക്വൻസി ഇത്രയാണ്. 0.2 സെക്കൻഡ് കൊണ്ട് എ വരെ എത്തുമ്പോൾ അവിടെയുള്ള നമ്പർ ഓഫ് വൈബ്രേഷൻസ് എത്രയാണ്? അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് എത്രയാണ്? 1 2 3. കണ്ട, 3 വേവ്സ് എത്തുമ്പോഴാണ് എയിലെത്തുന്നത്. അപ്പൊ n = 3, t = 0.2. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? F = നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം. അപ്പൊ n/t. അപ്പൊ n എന്ന് പറഞ്ഞാൽ 3. 3 വൈബ്രേഷൻ പോവാനാണ്, അല്ലെങ്കിൽ 3 വേവ്സ് പോവാനാണ് എത്ര ടൈം എടുത്തത്? 0.2. അപ്പൊ അതിന് വേണ്ട ടൈം വേണം എടുക്കാൻ. 0.2. 0.8 ഒറ്റ സ്ഥാനേ ഉള്ളൂ. സോ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ആൻസർ എന്ത് വരും? മുകളിലും താഴെ 10 ഗുണിച്ചാൽ മുകളിൽ 30, താഴെ പോയിന്റ് മാറി 2. 30/2 15 ഹെഡ്സ് എന്ന് കിട്ടും ആൻസർ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു പോകണത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി 15 ഹെഡ്സ്. അത് വെച്ചിട്ട് നിങ്ങൾ ആവർക്കായിട്ട് സ്പീഡ് ഓഫ് ദ വേവ് എന്ന് കണ്ടുപിടിച്ച് നോക്കുക. V = F λ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ആ ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി, കുഴപ്പമില്ല. അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ പറ്റിയാണ്. നമ്മളപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ട്രാൻസ്വേഴ്സ് വേവിനെ പറ്റിയാണ്. പക്ഷേ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലും ഉണ്ട്. അതായത് ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, അതൊക്കെ ആക്കുമുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനും ഉണ്ട് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, നമ്മുടെ റിയൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേവാണ്. കാരണം സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ ഏറ്റവും പ്രധാന എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്.
ലോഞ്ചിറ്റ്യൂഡൽ വേവ് എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എങ്ങനെയായിരുന്നു? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന്, സഞ്ചാര ദിശ, പ്രേഷണ ദിശയ്ക്ക്, തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായാണ് കമ്പനം ചെയ്തിരുന്നത് ആര്? കണികകൾ അല്ലേ? അതായത് എങ്ങോട്ടാണോ പോകുന്നത് അതിന് 90 ഡിഗ്രി മുകളിലൂടെ താഴോട്ടുമായിരുന്നു കമ്പനം ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഇനി എങ്ങനെ കമ്പനം ചെയ്യാം? പാരലൽ ആയിട്ട് കമ്പനം ചെയ്യാം. അതായത് എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? വൈബ്രേഷൻ നടത്താം. മനസ്സിലായോ? അപ്പൊ ആ വൈബ്രേഷൻ ഉണ്ട്. ഇതാണല്ലോ, ഇത് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻ ആണ്. ഓക്കെ, പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള പാരലൽ വൈബ്രേഷൻ മൂലം ഒരു വേവ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുന്നതാണ് നമ്മളെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇത്. അത് വേറെ ഭാഗത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അതാണ് ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ഇതൊരു സ്ലിങ്കിയാണ് കാണിച്ചിരിക്കുന്നത്. സ്പ്രിംഗ് പോലൊരു സാധനമാണ്. ഇതൊരു സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് അടുങ്ങി വരും, ചില സ്ഥലത്ത് ഇങ്ങനെ ലൂസായി വരും. അങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ചില സ്ഥലത്ത് ഇങ്ങനെ പ്രഷർ കൂടുതലായിരിക്കും, ചിലത്ത് കുറവായിരിക്കും. അപ്പൊ ഈ പ്രഷർ കൂടിയ മേഖലയിൽ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? മലയാളത്തിൽ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കംപ്രഷൻസ് എന്ന് പറയും. കംപ്രഷൻസ്. ഇത് കുറഞ്ഞ മേഖലയാണ് റയർ ഫ്രാക്ഷൻസ് അഥവാ നീചമർദ്ദ മേഖല അല്ലെങ്കിൽ നിമ്നമർദ്ദ മേഖല എന്നൊക്കെ പറയും മലയാളത്തിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ ശൃംഗവും ഗർത്തവുമായിട്ടാണ് അഥവാ ക്രസ്റ്റും ട്രഫുമായിട്ടാണ് മറ്റേ ട്രാൻസ്വേഴ്സ് അനുപ്രസ്ഥ തരംഗം പോയെങ്കിൽ ഇവിടെ അനുദൈർഘ്യ തരംഗം ലോഞ്ചിറ്റ്യൂഡൽ വേവ് എങ്ങനെയാ പോകുന്നത്? കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും ഉണ്ടാക്കിക്കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഏത് വേവ് പോകുന്നത്? സ്ലിങ്കി എന്നൊക്കെ വരുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ അഥവാ അനുദൈർഘ്യ തരംഗം മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രഷർ കൂടിയ മേഖല ഏതാണ്? കംപ്രഷൻസ്. പ്രഷർ കുറഞ്ഞ മേഖലയാണ് റയർ ഫ്രാക്ഷൻസ്. അപ്പൊ ഇങ്ങനെയാണ് സൗണ്ട് ഒക്കെ മൂവ് ചെയ്യുന്നത് എയർ കൂടെ. പ്രഷർ കൂടിയ മേഖലകളും പ്രഷർ കുറഞ്ഞ മേഖലകളും ഉണ്ടാക്കിക്കൊണ്ടാണ് പാസ് ചെയ്ത് നമ്മുടെ ചെവിയിലെത്തുന്നത്. അപ്പൊ ഇത് എങ്ങനെയുള്ള വൈബ്രേഷൻ ആണ്? മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ആർക്ക് പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്യും? നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, തരംഗത്തിന്റെ ചലന ദിശയ്ക്ക് സമാന്തരമായിട്ട്. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരം എന്നാണ്. കൂട്ടിമുട്ടാത്ത വരകളല്ലേ നമ്മൾ സമാന്തര വരകൾ എന്ന് പറയുന്നത്. അതുപോലെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അത് രണ്ടിനും ഡയറക്ഷൻസ് പാരലാണ്. അപ്പൊ ഇങ്ങനെ മീഡിയത്തിൽ കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും ഉണ്ടായിക്കൊണ്ട് പാസ് ചെയ്ത് പോകുന്ന വേവ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, അടുത്തത് ഇനി അതിന്റെ ഡിഫറൻസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞ അത്രേ ഉള്ളൂ. അതിന്റെ ഡിഫറൻസ് ആണ് ഇനി അടുത്ത പറയുന്നത്. നോക്കിയോ, ട്രാൻസ്വേഴ്സ് വേവ് നമുക്കറിയാം എങ്ങനെയാണ് പോകുന്നത്? ക്രസ്റ്റും ട്രഫും ഉണ്ടായിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെയാണെങ്കിലോ ശൃംഗം ഗർത്തം ഉണ്ടായിക്കൊണ്ട് പോകും. അനുപ്രസ്ഥ തരംഗം. ഇവിടെ അനുദൈർഘ്യ തരംഗം ആകുമ്പോഴോ കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടായിക്കൊണ്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ ഫിഗറിൽ തന്നെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ആണ് മീഡിയത്തിലെ പാർട്ടിക്കിളുടെ. ഇപ്പോഴത്താണെങ്കിലോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലായിട്ടാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇവിടെ ക്രസ്റ്റും ട്രഫും ആണ്, അപ്പുറത്ത് കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സർഫസിലൂടെയാണ് കൂടുതലും വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സ് മൂവ് ചെയ്യുന്നത്. സർഫസിലൂടെയാണ്, മീഡിയത്തിന്റെ ഉപരിതലത്തിലൂടെയാണ് പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണെങ്കിൽ അങ്ങനെയല്ല, മുഴുവനായിട്ട് സർഫസിൽ കൂടെ മാത്രമല്ല ബൾക്കായിട്ട് മുഴുവനായിട്ടും പോകും, അകത്തൂടെയും പോകും. ഉപരിതലത്തിലൂടെ മാത്രമല്ല അതിന്റെ മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, അതിവിടെയൊക്കെ ഒന്ന് ആഡ് ചെയ്തിരുന്നാൽ മതി. നമ്മൾ ഈ കംപ്രഷൻസിനെ റയർ ഫ്രാക്ഷൻസിനെ നമുക്ക് നേരത്തെ വരച്ച കണക്ക് ഇതേപോലെ സിക്സ് ആക്ക് രീതിയിൽ ഇങ്ങനെ മുകളിൽ പൊങ്ങി താഴ്ന്നുള്ള രീതിയിൽ വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒയ് ആക്സിൽ എഴുതേണ്ട ഡിസ്പ്ലേസ്മെന്റ് അല്ല എഴുതേണ്ടത്, പ്രഷർ ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. നേരത്തെ ഹൈറ്റ് വ്യത്യാസമാണ് അത് കാണിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇനി ഇവിടെ നമ്മുടെ അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡൽ വേവ് കാണിക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് വേണം കാണിക്കാൻ? പ്രഷർ ഡിഫറൻസ് വേണം കാണിക്കാൻ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിനെ ഇങ്ങനെ കാണിക്കാന്ന് അറിഞ്ഞിരിക്കുക. കൂടുതലും നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, സ്പ്രിങ്ങിലൊക്കെ അല്ലെങ്കിൽ സ്ലിങ്കിലൊക്കെ ഉള്ള വേരിയേഷൻ ആണ് അനുദൈർഘ്യ തരംഗമായിട്ട് നമ്മൾ കാണുന്നത്, സ്ഥിരമായിട്ട് കാണുന്നത്. അല്ലാതെ കൂടുതലും റിയൽ ലൈഫിൽ നമ്മൾ കൂടുതൽ തിരമാല അതൊക്കെ പോലുള്ള വേവ്സുകൾ മിക്കവാറും അനുദൈർഘ്യ തരംഗമല്ല, അനുപ്രസ്ഥ തരംഗമാണ്.
പിന്നെ നമ്മൾ കാണാത്ത സൗണ്ട് വേവ്സ് ഉണ്ട്. അതെന്ത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡിലാണ്, അനിതദൈർഘ്യ തരംഗമാണ്. ഇനി ആ എക്സാമ്പിൾ ആയിട്ടുള്ള സൗണ്ടിനെ കുറിച്ച്, അനിതദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂണൽ വേവിന് എക്സാമ്പിൾ ആയിട്ടുള്ള സൗണ്ടിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് ആവശ്യമാണെന്ന് നമുക്കറിയാം. അതൊരു മെക്കാനിക്കൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. അല്ല, സ്പീഡ് ഓഫ് സൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്ങനെയായിരിക്കും സ്പീഡ് ഓഫ് സൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്ന മീഡിയത്തിനനുസരിച്ച്? അതാണ് അടുത്ത പറയുന്നത്. അതിനൊരു ടേബിൾ അവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതും ടെമ്പറേച്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. അലൂമിനിയത്തിലൊക്കെ 6000 5000 റേഞ്ചിലാണ് സൗണ്ട് സ്പീഡ് ചെയ്യുന്നത്. മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഒരു സെക്കൻഡിൽ അത്രയും മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ലിക്വിഡിലാകുമ്പോഴോ 1500 1400. പക്ഷെ ഗ്യാസിലാകുമ്പോൾ 300 900 മാക്സിമം 900 ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്: സൗണ്ട് നല്ല സ്പീഡിന് ട്രാവൽ ചെയ്യുന്നത് ഏത് മീഡിയത്തിലൂടെയാണ്? സോളിഡിലൂടെയാണ്. അപ്പൊ ഖരപദാർത്ഥങ്ങളിലൂടെ ശബ്ദം നല്ല വേഗതയിൽ എന്ത് ചെയ്യും? സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞാൽ വേഗത കുറച്ചുകൂടെ കുറവാണ് ഏതിൽ? ദ്രാവകാവസ്ഥയിലുള്ള മാധ്യമങ്ങളിലൂടെ, ലിക്വിഡ് ഫോമിലുള്ള മീഡിയത്തിലൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കുറവാണ്. ഏറ്റവും സ്ലോ ആയിട്ട് സൗണ്ട് പോകുന്നത് നമ്മുടെ എയർ കൂടെയാണ്, അല്ലെങ്കിൽ വാതകാവസ്ഥയിലുള്ള വസ്തുക്കളിലൂടെയാണ് ഏറ്റവും സ്ലോ ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. മറന്നു പോകരുത്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ പെട്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്? പെട്ടെന്ന് എയറിന് സ്പീഡ് കൂടുതലാണെന്ന് വിചാരിക്കരുത്. സ്പീഡ് കൂടുതൽ ഏതിലാ? സ്റ്റീൽ, അലൂമിനിയം പോലുള്ള സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് സ്പീഡ് കൂടുതൽ. അത് കഴിഞ്ഞാൽ ലിക്വിഡ്, അത് കഴിഞ്ഞാൽ ഗ്യാസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതുപോലുള്ള മീഡിയത്തിന്റെ ആ ഒരു മോളിക്യൂൾസ് ഒക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചേഞ്ച് ഉണ്ടാക്കും സ്പീഡിന്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത പറയുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് ചേഞ്ചസ് എലോങ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് മീഡിയ ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ്. നമ്മൾ സഞ്ചരിക്കുന്ന മാധ്യമത്തിന് അനുസരിച്ച് എന്ത് മാറും? മീഡിയത്തിനനുസരിച്ച് എന്ത് മാറും? സ്പീഡ് ഓഫ് സൗണ്ട് മാറും. അപ്പോൾ ഇത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നോക്കുന്നത്. വാട്ട് എവർ വിത്ത് ദ മീഡിയ, വെൻ ദ ടെമ്പറേച്ചർ റൈസസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ഇറ്റ്സ് ആൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഏത് മീഡിയ ആയാലും അതിലൂടെ കറന്റിലി എത്ര സ്പീഡിനാണോ പോകുന്നത് ആ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡ് കാണിക്കും. അതിന്റെ എന്ത് കൂട്ടിയാൽ? ടെമ്പറേച്ചർ, താപനില കൂട്ടിയാൽ. 25 ഡിഗ്രി സെൽഷ്യസിൽ പോകുന്ന സ്പീഡ് ആയിരിക്കില്ല 30 ഡിഗ്രി സെൽഷ്യസിൽ പോകുന്നത്. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് ഒരു എയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് 331 അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ. പക്ഷെ അത് 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് 343 മീറ്റർ പെർ സെക്കൻഡ് ആവും. സാധാരണ റൂം ടെമ്പറേച്ചർ ആയ 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് 346 ആവും. കേട്ടോ, ടെമ്പറേച്ചർ കൂടുന്തോറും സൗണ്ടിന്റെ ആ ഒരു സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരും. ഒരു മീഡിയത്തിൽ തന്നെ പല സ്പീഡുകൾ വരും ടെമ്പറേച്ചറിനനുസരിച്ച്. നമ്മൾ സാധാരണ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിനൊക്കെയാണ്. കേട്ടോ, ഇനി കുറച്ച് ഫിനോമിനാസ് ആണ് സൗണ്ടിന്റെ. ഇപ്പൊ സൗണ്ട് ഞാൻ പറഞ്ഞു, സൗണ്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സൗണ്ട് എന്ത് വേവ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകരുത്. സൗണ്ട് മെക്കാനിക്കൽ വേവ് ആണ്, അതായത് മീഡിയ ആവശ്യമുള്ള വേവാണ്. അതുപോലെ തന്നെ അനിതദൈർഘ്യ തരംഗമാണ്, എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതുകൂടെ ഓർത്തോളണം. ദെൻ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സൗണ്ടിന്റെ, നമ്മുടെ ലൈറ്റിനെ പോലെ തന്നെ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണ് ആദ്യം നമുക്ക് സൗണ്ടിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ സൗണ്ടും നമ്മുടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന പോലെ തന്നെ സ്മൂത്ത് സർഫസിലാണ് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. പരിപരിച്ച റഫ് സർഫസ് ആണെങ്കിൽ അത് അധികം റിഫ്ലക്ട് ചെയ്യത്തില്ല. കുറെ സൗണ്ട് എനർജി അങ്ങ് അബ്സോർബഡ് ആയി പോകും. സൗണ്ട് നമുക്കറിയാമല്ലോ, സൗണ്ട് ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിക്കില്ല, എനർജി കുറവാണ്. സോ റഫ് സർഫസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് റിഫ്ലക്ഷൻ സംഭവിക്കില്ല, പെട്ടെന്ന് അങ്ങ് അബ്സോർബഡ് ആയി അതിന്റെ എനർജി കുറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി പോകും. കൂടുതൽ റിഫ്ലക്ട് ചെയ്ത് പോകില്ല, സൗണ്ട് ആയിട്ട് നിലനിൽക്കില്ല. ഓക്കെ, ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതെന്ത് ചെയ്യാം? റിഫ്ലക്ട് ചെയ്ത് അപ്പുറത്ത് കേൾക്കും. അപ്പൊ ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, അങ്ങനെയുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്ക് അടുത്ത പഠിക്കാവുന്നത്. അതായത് ഒരു സ്ഥലത്ത് തട്ടി വീണ്ടും വേറൊരു സ്ഥലത്ത് തട്ടി, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അത് എവിടെയൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത പറയുന്നത്. ഇപ്പൊ പണിയൊക്കെ പണി തീരാത്ത വീടുകളിലോ കെട്ടിടങ്ങളിലൊക്കെ കയറി നമ്മളിങ്ങനെ നിലവിളിക്കുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനകത്തുള്ള പല സ്ഥലത്തും പോയി തട്ടി സൗണ്ട് നമ്മൾ